അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാവുന്ന കേട്ടോ. ഇനിയാണ് ക്രാഫ്റ്റ്. ഞാൻ ചെയ്തത് ദേ ശരിയായില്ല. ഇത് എങ്ങനെയായി പോയി. ഇങ്ങനെയാണ് നമ്മുടെ ഓവൻ സെറ്റ്. അതൊന്ന് കാണിച്ചേരെ. നിങ്ങളെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഔട്ട്കം എങ്ങനെയാന്നുള്ളത്. എൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാ സേഫ് പ്ലേ ചെയ്താ. അപ്പോ ഓഹോ അരമുട്ട ആയതുകൊണ്ട് സഹിക്കാവുന്നേ ഉള്ളൂ. ഇത് വൈകുന്നേരത്തേക്കാ. ഇത് വഴറ്റി വെക്കണം. ഇപ്പം അരിഞ്ഞ്. മഴയില്ലല്ലോ. മഴയില്ല. മഴയൊന്നും വേണ്ട ഇത് കഴിക്കാൻ. മഴയത്ത് കഴിക്കുന്ന ഒരുപാട് ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. മഴയത്ത് കഴിക്കാവുന്ന പരിപ്പ് വട, ഉഴുന്നുവട, സുഖിയൻ, പഴംപൊരി, സൂപ്പുകള്. അതല്ല, പിന്നെ പപ്പട വട, അല്ല വറവരി ഞാൻ പറഞ്ഞ, പിന്നെ കായ വറുത്തത്, ചക്ക വറുത്തത്, അത് വേറെ, പിന്നെ കപ്പ വറുത്തത്, മോമോസ്, ഈസി മോമോസ്, കപ്പ വറുത്തത്, ചേമ്പ് വറുത്തത്, പിന്നെ ഇഷ്ടംപോലെ വേറെ ഐറ്റംസ്. ഇതെല്ലാം പ്ലേ ലിസ്റ്റിൽ എടുത്താൽ കാണാൻ കേട്ടോ. റെയിനി സീസൺ സ്പെഷ്യൽസ് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്രൈ ഐറ്റംസും നമ്മുടെ 4 PM അല്ലേ സ്നാക്സ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇതൊന്നും കാണാനില്ല എങ്കിലും ഇതെന്തിനുള്ളതാണെന്ന് പറയാം. ഒരു 2 മുഴുത്ത സവോള എടുത്ത് ഇച്ചിരി ഉപ്പുപൊടിയും ചേർത്ത് അരിഞ്ഞിട്ട് അത് വഴറ്റാനായിട്ട് ഇട്ടേക്കുവാണ്. വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാനാണ്. നേരത്തെ ഇതിൻ്റെ വേറൊരു മോഡലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയുണ്ട് ഇത്തവണ ഉണ്ടാക്കണത്. ഈസിയാണ്. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാവുന്ന കേട്ടോ. ഓവനും ഇതൊന്നും വേണ്ട, നമുക്കല്ലാതെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണതാണ്. അപ്പം നിങ്ങൾക്ക് പിന്നാലെ കാണാം. സവോള വഴന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി കേട്ടോ. അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിനങ്ങനെ അളവൊന്നുമില്ല. നമ്മൾ എരിവ് മുളക് പൊടി ചേർക്കണില്ല, പകരം പിരിയം മുളക് പൊടിയെ ചേർക്കണം. കാരണമുണ്ട്, നമ്മൾ മേടിക്കുന്ന ഹോം മെയ്ഡ് പിരിയം മുളക് പൊടിക്ക് അത്യാവശ്യം എരിവും ഉണ്ട്, കൊഴുപ്പും നിറവും എല്ലാം ഉണ്ട്. അപ്പം ആ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി മീറ്റ് മസാല ഇടുന്നുണ്ട്. പിന്നെ ഒരു സ്വല്പം ഗരം മസാല ഇടുന്നുണ്ട്, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതേ ഗരം മസാല. ഇനി നമുക്ക് പച്ച കുത്ത് മാറുന്നത് വരെയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ കേട്ടോ ഒന്ന് ഇളക്കിയേച്ച് ഓഫ് ചെയ്തിടാം. നമ്മൾ വൈകുന്നേരം ഇത് തയ്യാറാക്കണോളൂ. അപ്പം പിന്നെ തയ്യാറാക്കണ സമയത്ത് കാണിക്കാം. ആ സമയത്ത് ഇച്ചിരി ഗ്രീൻ പീസും കൂടെ ചേർക്കണം കേട്ടോ ഇതിലേക്ക്. ഗ്രീൻ പീസ് ചേർക്കാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. അപ്പം അന്നേരം ആ ടൈമിൽ ഒന്ന് ഇട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം അന്നേരം നിങ്ങളെ കാണിക്കാതെ ഇപ്പം ഇച്ചിരി ചുങ്ങിപ്പോയല്ലോ. ഒരു സവോളയും കൂടെ വട്ടണമെന്ന് തോന്നണം. കാരണം ഇത് ഒരു 3-4 ഇതിൻ്റെ അകത്ത് വെക്കുമ്പോൾ അധികം വേണ്ടി വരില്ലായിരിക്കും പുറത്തേക്ക്. ഇത് പോരാതെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് ഇട്ടേ. നമുക്കൊന്ന് ചൂടാക്കാട്ടോ ഇത് ഇട്ടേച്ച്. ഇച്ചിരി മുമ്പ് ഇടേണ്ടതായിരുന്നു, മറന്നുപോയി കേട്ടോ. കുഴപ്പമില്ല, അലത്തി ചേർന്നോളൂ. ഞാൻ ഏതായാലും വേറെ ഒരു മുഴുത്ത സവോളയും കൂടെ എടുത്ത് വഴറ്റി ചേർക്കാട്ടോ. ഇത് തീരെ കുറവാണ്. ഇത്രയായാൽ ഒരു 4 പറ്റൂല. അപ്പം ഞങ്ങൾക്ക് സവോള ആദ്യം 2 മുഴുത്ത സവോള എടുത്ത് വഴറ്റി കഴിഞ്ഞപ്പോൾ ചുങ്ങിയപ്പോൾ തീരെ കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ ഒരു മുഴുത്ത സവോള സെപ്പറേറ്റ് എടുത്തത് തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും വഴറ്റി ഇതിലേക്ക് ചേർത്തു. നന്നായിട്ട് വഴന്ന മസാലകൾ അതൊക്കെ മതി. ഇനി ഞാനൊരു സ്വല്പം വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രില്ലറിൻ്റെ അല്ലേ ഇത്, ആ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സമയത്ത് ഇത് ചൂടാറിയിരിക്കും. ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പാകായിരിക്കും. അപ്പം ചൂടാറിക്കഴിഞ്ഞ് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. എനിക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഐറ്റം ഉണ്ടാക്കിയ ഐഡിയൊന്നുമില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞ ഒരു പ്രാവശ്യം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയുണ്ട് ഇത്തവണ ഉണ്ടാക്കുമ്പോൾ. അപ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ശരി എന്നാൽ ഓക്കെ. നമുക്ക് വൈകുന്നേരത്തേക്കുള്ള പരിപാടി തുടങ്ങുക കേട്ടോ. അതായത് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ. അപ്പം ഇത് വെറുതെ ഒന്ന് സോഫ്റ്റാണ് ബ്രെഡ്, എന്നാലും ഒന്നോടെ സോഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം നമ്മളൊന്ന് അപ്പച്ചമ്പിൽ വെച്ചൊന്ന് ആവി കയറ്റും കേട്ടോ. സ്റ്റീലിൻ്റെ അപ്പച്ചമ്പിൽ വെച്ച്. അപ്പച്ചമ്പ് മീൻസ് സ്റ്റീമർ, മറ്റേ അപ്പച്ചമ്പല്ല, പുതിയ രീതിയിലുള്ള. പുതിയ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ ഇപ്പം ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവി കയറ്റി കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് അരിക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതേ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. എഗ്ഗും പുഴുങ്ങി വെച്ചിട്ടുണ്ട് 2 കുറച്ചു നേരം മുമ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ മസാലയുടെ ഇതാട്ടോ. ഇതൊന്നും അല്ല, കരിഞ്ഞൊന്നുമല്ല. കരിഞ്ഞത് മീൻസ് കരിഞ്ഞെന്നല്ല ഞാൻ ഉദ്ദേശിച്ച, മാലിന്യങ്ങളല്ലെന്ന്. കരട് ഇതൊക്കെ മസാല ഇതൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തത് വരുമ്പോൾ ഉള്ള ഇതാണത്. ഇത് മാലിന്യങ്ങളും കരടും ഒന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞതാ. വെച്ച് കഴിഞ്ഞാൽ എനർജിയൊക്കെ ഇച്ചിരി കുറവാട്ടോ. ഇനി നമുക്കിത് ആവി കയറ്റി എടുത്തതാട്ടോ.
അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. ഇത് നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതെ അതെ, 4 സൈഡും. സൈഡ് ഈ സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ സ്പേസ് കിട്ടും ഇതിന്. കിട്ടും, അത് വളരെ നല്ലതാണ്. മറ്റത് ചറ്റതിലും ചെയ്യാം, പക്ഷെ ഇച്ചിരി ഞെരുക്കായിരിക്കും. പിന്നെ മസാല അധികം വെക്കാൻ പറ്റില്ല. മുട്ട വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മസാല വെക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി കട്ട് ചെയ്തെടുത്തോ, അല്ലെങ്കിൽ അത് പാടാ. അവിടെ ആ ഭാഗം കട്ടിയായിട്ടിരിക്കും നമ്മൾ മടക്കുമ്പോ. ശരിയാ, പോയിട്ടുണ്ടല്ലോ. ഒടിഞ്ഞും പോവും ചിലപ്പോ മടക്കുമ്പോ. നോക്കാം എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്യാം നമുക്ക്. അതിങ്ങനെ എടുക്കുമ്പോൾ ഇതാവാനാട്ടോ പ്രസ് ചെയ്തെടുക്കണേ. ബലം പിടിച്ചിരിക്കാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടി അത് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് ഇച്ചിരി മസാല വെക്കാം കേട്ടോ. കുറേശ്ശെ വെച്ചാൽ മതിയോ? കുറച്ച് വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് അല്ലേ. 2 ഒന്നിച്ച് ഒരു സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ 4 ഉണ്ടാക്കണത് 2ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പോരെ തൽക്കാലം. അല്ലെങ്കിൽ പിന്നെ ചുരുട്ടി വരുമ്പോഴേ ചിലപ്പോൾ പ്രശ്നമാവും. അല്ലേ, ഇനിയാണ് ക്രാഫ്റ്റ്. അതെ, വെള്ളം തൊട്ടായിരിക്കും ചെയ്യണ്ടേ. നോക്കട്ടെ, ഒടിയുണ്ട് കേട്ടോ. തുടിഞ്ഞു പോരും. ബ്രെഡിന് നനവില്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ. ഞങ്ങളിത് പണിയാനൊക്കെ നോക്കി, അത് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ വന്ന. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയായില്ല, ഇത് എങ്ങനെയായി പോയി. അപ്പൊ അവള് പറഞ്ഞു വേറൊരു രീതിയിൽ അവള് നോക്കാന്ന് പറഞ്ഞ. എന്നിട്ട് മകൾ അതില് ബ്രെഡിന്റെ സൈഡിലൊക്കെ നനച്ചേച്ച് അതിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ കൂടുതൽ ടൂത്ത് പിക്കും കുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഔട്ട്കം എങ്ങനെയാന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ അത് കാരണം ഞാനിവിടെ സുല്ലിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇച്ചിരി മുട്ട അതില് ഞാൻ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓവൻ സെറ്റ്. അതൊന്ന് കാണിച്ചേരെ. ഇപ്പൊ നെയ്യ് പുരട്ടിയ പാത്രത്തിലാണ് പപ്സ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കണേ. ഇനിയിപ്പോ എഗ് വാഷ് ചെയ്യണം. ചെയ്യാം. അത് അതിന്റെ ഓരോ മൂലയും ഒട്ടിപ്പിടിച്ചിരിക്കണില്ല. വെള്ളം നനച്ചിരുന്നു, എന്നിട്ടും ഇരിക്കുന്നില്ല. ഞാൻ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. അത് എവിടെ നിങ്ങളെ കാണിച്ചല്ലോ വെച്ചിരിക്കുന്നത്. അതാണ് കൂടുതൽ ടൂത്ത് പിക്ക് അല്ലേ. തൂത്തോട്ടെ, പതുക്കെ വാഷ് ചെയ്തോ. അങ്ങനെ അത് ഗോൾഡൻ കളർ ആവാനാ. മനസ്സിലായി. ഇത് ഗോതമ്പ് ബ്രെഡാന്ന് പറഞ്ഞേരെ. വീറ്റ് സാൻഡ്വിച്ച് ബ്രെഡാ. ടൂത്ത് പിക്ക് ഇരിക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചത് ചെയ്തില്ലെങ്കിൽ ഇനി ഇത്രയും കഷ്ടപ്പെട്ട് ഇതാക്കി വെച്ചത് ഇനി അത് വിട്ടുപോകുന്ന പ്രശ്നമല്ലേ. അതാ ഞാൻ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഒരു പരീക്ഷണം. അതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തത് നിങ്ങളെ കാണിച്ചു. നിങ്ങളെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഔട്ട്കം എങ്ങനെയാന്നുള്ളത്. ഇത്രയും പോരെ. മതി. ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അതിങ്ങനെ ആ ചപ്പാത്തി പലക വെച്ചിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം വെള്ളമൊക്കെ തൊട്ട് ഒന്ന് നനയ്ക്കും കേട്ടോ. പിഴിയണ പോലെ ആക്കില്ല, അപ്പോൾ അത് മുറിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് സോക്കാക്കിയാൽ മതി. എന്നിട്ട് വേഗം മസാല മുട്ട ഒക്കെ വെച്ചിട്ട് പപ്സിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് ആ 4 മൂലയ്ക്കിലും ഞാൻ ടൂത്ത് പിക്ക് കുത്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒട്ടിയിരിക്കില്ല, വേഗം വിട്ടുപോരും. എന്നിട്ട് ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ മൂടി വെച്ചേക്കുക. അത്രേ ഉള്ളൂ. ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടൂത്ത് പിക്കൊക്കെ ഊരിട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി ഇവിടെ നമുക്ക് എഗ് വാഷ് ചെയ്തിട്ട് മറിച്ചിടാം. അതങ്ങനെയാണ് ചെയ്തിരിക്കണേ. അല്ലെങ്കിൽ ആ ബ്രൗൺ കളർ വരില്ല. ഒരുപാട് അമർത്തരുത്, ജസ്റ്റ് ഒന്ന്. കാരണം അത് തൊട്ടല്ലേ വെച്ചിരുന്നേ. ഇനി പൊളിഞ്ഞു പോരണ്ട. ഇനി പൊളിഞ്ഞു പോരില്ല, കാരണം അത് കുറച്ച് ഫ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു വെച്ചോ. അല്ലെങ്കിൽ മറ്റേന്റെ വേവ് ഒന്നിച്ചാവൂല. അതെ, നമ്മുടെ നോട്ടത്തിൽ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഓരോന്നെ എടുക്കുക കേട്ടോ. ഇനി ഇരിക്കണ്ട. ഇനി കൂടുതൽ ഡ്രൈ ആവും അന്നേരം. അതെ. ഇപ്പൊ നന്നായിട്ട് എഗ് വാഷ് ചെയ്ത് കുളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ മറിച്ച് വെക്കാട്ടോ. അതെ, നല്ല പാകം. ഇനി അടുത്ത് നമുക്ക് വെക്കാം, കാണിച്ചു തരാം. ഇനി ഞങ്ങൾ വേറൊരു രീതിയിലൊന്ന് ചെയ്യാവോ എന്ന് നോക്കുക കേട്ടോ. അത് ഫോൾഡ് ചെയ്ത് 2 ഇവള് വെച്ചിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാതെ വേറൊരു രീതിയിൽ കേട്ടോ. കാണിച്ചു തരാം എങ്ങനെയാണെങ്കിലും. അത് വലിയ കുഴപ്പം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യായിരുന്നു ആദ്യം, അത് ഓർത്തില്ല, പിന്നെ ചിന്തിച്ചത്.
ഒരെണ്ണം ഇത് വന്നു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഇത് അത്രയും വെച്ചാൽ മതി, പിന്നെ നോക്കാം നമുക്ക്. ഇനി എഗ്ഗ് ഇതാകുമ്പോ അമ്മയ്ക്ക് എളുപ്പമാണ്. അല്ല എളുപ്പമൊന്നും അല്ല, അതങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. എഗ്ഗ് വെച്ചേക്കണോണ്ട് ഒതുങ്ങുമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. പ്രസ് ചെയ്തങ്ങിരിക്കണം. പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒതുക്കണം 4 സൈഡ്. അത് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഓരോന്ന് നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് സാരമില്ല, ഓരോന്ന് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ അങ്ങ് നമുക്ക് ഒരെണ്ണം അതിൽ അത് എടുത്തു കഴിയുമ്പോൾ ഇത് ഒരെണ്ണം അങ്ങ് എടുത്ത് വരും. ശരിയാക്കാം കേട്ടോ. മറ്റേ ഇച്ചിരി നനവും റെഡിയായി കഴിയുമ്പോൾ അതങ്ങ് മുറിച്ച് കഴിച്ചാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് മുറിക്കേണ്ട ആവശ്യമില്ല, ഇത് മുറിച്ചെടുക്കാം. ഇതാകുമ്പോൾ പിന്നെ മറ്റേ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അതെ, ഇത് ഫ്ലാറ്റായിട്ട് നമ്മൾ വെക്കും. അതെ, വെച്ചിട്ട് നമ്മൾ ഇച്ചിരി മുകളിൽ ആദ്യം എഗ് വാഷ് ചെയ്യാം, പിന്നെ തിരിച്ചിടുമ്പോൾ മറ്റേ ഭാഗം ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ ഈ ഒടിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഇല്ല അല്ലേ. ഇതിന് ടൂത്ത് പിക്ക് വേണ്ടല്ലോ. വേണ്ട, മുരിഞ്ഞ വരട്ടെ അല്ലേ. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ എന്നാന്നറിയാമോ, ഒരു കിണ്ണത്തിൽ ഒരു പ്രാവശ്യം ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആയി കിട്ടിക്കോളും എന്നാ എനിക്ക് തോന്നണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒടിയലും മുറിയലും അങ്ങനെ നോക്കേണ്ട വിഷയമില്ല നമുക്ക്. അപ്പം ഇത് ഇച്ചിരി കൂടെ എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ സേഫ് പ്ലേ ചെയ്താ. മറ്റേ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ പോയി, അത് കളഞ്ഞു ഞങ്ങൾ. അതിൻ്റെ മുട്ട പുഴുങ്ങിയതില്ലേ, എൻ്റെ വായിപ്പോയി. അപ്പം ഇനി നമുക്ക് മൂടി വയ്ക്കാന്നാ. മറിച്ചിട്ടപ്പോ അതേ കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ മറിച്ചിട്ട്. ഇത് അനങ്ങണ്ടടി. സാരമില്ല, അത് നമ്മള് ഒട്ടിച്ചിട്ടില്ലല്ലോ. ഒട്ടിച്ചില്ല, അതാ മുറിച്ചങ്ങ് എടുക്കാം കഴിക്കുമ്പോ. എടുക്കാം. ഇച്ചിരി 2 ടൂത്ത് പിക്ക് വേണമെങ്കിൽ അപ്പുറം ഇപ്പുറം കിട്ടാം, ഒന്ന് യോജിക്കുവാണെങ്കിൽ. അതുപോലെ ഇപ്പൊ നമുക്കൊന്ന് തുറക്കാം. ചായ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ആവി ഉറക്കണ ചായ. അത് ഏലക്ക ചായ ആണോ? അല്ല, മസാല ടീ. മസാല ടീ. ഇതേ നോക്ക്, നല്ല മറിച്ചിട്ടതാ. ഇനി തിരിച്ചു കാണിക്കണ്ടല്ലോ. വേണ്ട, ആ വശം ഒന്നോടെ ഇരിക്കട്ടെ എന്ന് ഓർത്താ. മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. ഇനി ഞാൻ കഴിക്കാം. ഇനി അപ്പ സന്ധ്യക്ക് കയറി വരുമ്പോ അപ്പേനെയും കണ്ടും കഴിപ്പിക്കാം. അപ്പൊ ഞാൻ കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അത് കഴിഞ്ഞ് കുളിക്കാൻ പോവും. അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആകെ ഇതായി, അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കണത്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. മുട്ട കഴിച്ചില്ല, ബ്രെഡും അതിൻ്റെ അടിയിൽ വെച്ചേക്കണ ഇച്ചിരി ഗ്രേവിയാണ് കഴിച്ചത്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടാറിപ്പോയി. മുട്ട കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ചൂടാറിയില്ലായിരുന്നു ഈ കിരീര് സൗണ്ട് വന്നേനെ. ഇപ്പം 6 മണിയായില്ലേ. ടേസ്റ്റിയാണത്. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാ. അതിന്റെ ഉള്ളിലേക്ക് ശരിക്കങ്ങ് മസാലയൊക്കെ നല്ലതാ. അതാ മസാല നല്ലതാ. സിമ്പിളാ ഉണ്ടാക്കാൻ, ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. മുട്ടയിലേക്കൊന്നും പിടിക്കൂല കേട്ടോ, അത് പറഞ്ഞേക്കാം. മസാല വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ മുട്ട വെക്കുക. ചിലപ്പോൾ മുട്ട ഒന്നോടൊക്കെ മസാലയിൽ വഴറ്റിയാൽ നല്ലതായിരിക്കും. ഞങ്ങൾ അതിനൊന്നും പോയില്ല. എന്നാണെങ്കിലും ഒരു സിമ്പിൾ സ്നാക്കാ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് കഴിച്ചിട്ടൊന്നും ആവൂല. മെയിൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. മിക്കവാറും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ട്രൈ ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ. അപ്പോ ബ്രെഡിന്റെ അകത്ത് സാധനം ഉണ്ട് കേട്ടോ. കടിച്ചു നോക്കിക്കോ. അപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ തന്നെയാ. മുട്ടയാണോ? നല്ല രുചിയല്ലേ. അതിനാണ് ഇത്രയും വലിയ ബ്രെഡ് മേടിച്ചത്. സാൻഡ്വിച്ച് ബ്രെഡ്. അത് മറ്റേ പപ്സ് പോലെ മടക്കിയാ ഞാൻ 2 എണ്ണം കഴിച്ചത്. ഇതൊരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയതാ. സോസ് ഒഴിക്കണം അതിൻ്റെ ഉള്ളിൽ, അതാ രസം. ഇത് ഇനി ഇരിപ്പുണ്ട് വീറ്റ് ബ്രെഡാ. അല്ല, വീറ്റ് ബ്രെഡ് അതെ. അത് അത് തന്നെയാ. അത് ഇതാണത്. ഞാൻ മേടിച്ചോണ്ട് വന്ന ലുലൂലി. അത് നല്ല രുചിയല്ലേ. ചൂടാറിയതുകൊണ്ടാ ക്രിസ്മസ് പോയെ. അരമുട്ട ആയതുകൊണ്ട് സഹിക്കാവുന്നേ ഉള്ളൂ. ഈ ടൈപ്പ് 2 എണ്ണം കഴിച്ചാലാ ഹെവി ആയി. നല്ല ബ്രെഡല്ലേ. പക്ഷെ നീ ആ ബ്രെഡ് അപ്പം എടുത്ത് തീർത്തോ. 14-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ.
അല്ല അതിപ്പോ നിങ്ങൾക്ക് നാളെ കൊണ്ടുപോകാൻ വേണം. അതിന് വേറെ ബ്രെഡ് ചിലപ്പോ ഇവിടെ ഉണ്ടാവും, അമ്മയോട് ചോദിച്ചറിയാം. ഇല്ല ഇല്ല ഇല്ലേ? ഇതുള്ളതുകൊണ്ടാ വേറെ മേടിപ്പിക്കാൻ. ആ, ഇത് ഒരു സെറ്റ് കഴിച്ചാ മതി, ഹെവിയാ. ബ്രൗൺ ബ്രെഡ് സാൻഡ്വിച്ചിന്റെ ടൈപ്പ് ഉള്ളത് ഇവിടെ കിട്ടുമോ? ഇല്ല.